അസ്സലാമലൈക്കും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മൾ സ്കൂൾക്ക് പോകാനുള്ള ഒരുക്കത്തിലാണല്ലോ. അപ്പോൾ നമ്മൾ സ്കൂൾക്ക് പോകാനുള്ള ഒരുക്കത്തിൽ എന്തെല്ലാം ഒരുക്കി വെച്ചിരിക്കുന്നു. സ്കൂൾ തുറക്കാന്ന് പറയുമ്പോൾ ഒരു ഹാപ്പിയാണല്ലോ എല്ലാവർക്കും അല്ലേ. സ്കൂൾ തുറക്കുന്ന സന്തോഷത്തിൽ നമ്മൾ എന്തെല്ലാം ഇവിടെ ഒരുക്കി വെച്ചിരിക്കണം മോനക്ക് വേണ്ടിയിട്ടും എനിക്ക് വേണ്ടിയിട്ടും. ഞാൻ ടീച്ചർ എന്നാവുമ്പോൾ നമുക്ക് ആ ഒരു സന്തോഷം വേറെ തന്നെ. നമുക്ക് സ്കൂൾ തുറക്കുമ്പോൾ നമുക്ക് വേണം കുറേ കാര്യങ്ങൾ ഒരുക്കൊക്കെ ചെയ്യാം. അപ്പോൾ എന്നും ഇല്ല ഇതിൽ പോയാലൊന്നും പോയില്ല. അപ്പം നമ്മൾ ഒരുക്കി വെച്ചാൽ നിങ്ങൾക്ക് ഒരു വട്ടം കാണിച്ചിട്ടുണ്ട് നമ്മൾ എടുത്ത സാധനങ്ങളല്ല അല്ലേ. ഇപ്പം നമ്മൾ മോനക്ക് വേണ്ടി ഒരുക്കിയത് നമ്മൾ ബാഗും ബോക്സല്ലേ ഇപ്പോൾ വാങ്ങിയിട്ടുള്ളൂ കേട്ടോ. എനിക്ക് ഇനിയും കുറച്ച് സാധനം കൂടി വാങ്ങാനുണ്ട്. അപ്പം ഇനി 2 ദിവസം കഴിഞ്ഞിട്ട് ഫസ്റ്റ് ദിവസം തന്നെ പഠനം തുടങ്ങൂലല്ലോ. അപ്പം അന്ന് ഞാൻ ക്ലാസ് കഴിഞ്ഞ് പോരുമ്പോൾ വാങ്ങാമെന്ന് കരുതിയിട്ടാണ് കേട്ടോ ബാക്കി. അപ്പം ഇന്ന് ബാഗ് വാങ്ങിയതെല്ലാം കാണിച്ചു തരുന്നുണ്ട് കേട്ടോ. അപ്പോൾ കൂട്ടുകാരെ നമ്മൾ നിച്ചു മോനിക്ക് നമ്മളിപ്പോൾ സ്ക്യൂബിഡേൻ്റെ ബാഗാണ് വാങ്ങിയിട്ടില്ലേ. അതിന് സ്പൈഡർമാൻ ഉണ്ട്. ഇതാ നമ്മൾ നിച്ചു മോനുണ്ട് കേട്ടോ അവിടെ കളിക്കുന്നതാണ്. ഓന് കളിക്കുക പറഞ്ഞാൽ ഇപ്പം നിന്നിട്ടുള്ളൂ കേട്ടോ. ഓനക്ക് വലിയ സുഖമല്ല. ഓന് മിഞ്ഞാന്ന് ഞാൻ പറഞ്ഞില്ല വീട്ടിൽ പോയി ഞങ്ങൾ. അപ്പോൾ മഴ കൊണ്ടതിന് ശേഷം എനിക്ക് ചെറിയൊരു ജലദോഷം, അതുപോലെ പനിച്ചിട്ടൊന്നുമില്ല. പനി അങ്ങനെയില്ല, പക്ഷേ ഒരു ലൂസ് മോഷൻ ഉണ്ടായിക്കുക. പനിക്കാതെ ലൂസ് മോഷൻ ഉണ്ടായിക്കുക. വയറുവേദനയും ലൂസ് മോഷനും. പനി വന്നതുമില്ല, മഴ കൊണ്ടിട്ടുള്ളൂ. മഴ കൊള്ളണ്ടെന്ന മുത്തുകാക്ക് പറഞ്ഞത് പറയാം. മുത്തുകാക്കും അങ്ങനെ പറഞ്ഞു അല്ലേ, മഴയെല്ലാം കൊള്ളാണെന്ന്. അതാ ഞാൻ കേട്ടോ എനിക്ക് പനി വല്ലാതെ ഒന്നും ഇല്ല, വയറുവേദന ഉണ്ട്, ലൂസ് മോഷനും. എന്ത് കഴിച്ചാലും കക്കൂസ് പോകുന്നൊരു ഇതാണ്. അപ്പോൾ പിന്നെ അങ്ങനെ ഒരു അങ്ങനത്തെ ഒരു മൂഡിലാണ് ഇപ്പോൾ ഉള്ളത്. അതുകൊണ്ട് വീഡിയോ എടുക്കണം അങ്ങനത്തെ ഒരു ഇത് വന്നില്ല. അപ്പം ഞാൻ കരുതി ഇന്നന്ന് നിങ്ങളോട് കാര്യം പറഞ്ഞിട്ട് അങ്ങ് വെച്ച് പോകാലോ അത് കരുതിയിട്ട് വന്നതാണ് കേട്ടോ. ഓന് ഇന്നലെ തുടങ്ങിയേക്ക് ഈ ഒരു ഇതിൽ. എന്നിട്ട് ഇന്നലെ മിഞ്ഞാന്ന് ജസ്റ്റ് ഉണ്ട്. മിഞ്ഞാന്ന് ഡോക്ടർ കാണിച്ചു, അതിൽ മരുന്ന് തന്നിട്ടുണ്ടായിരുന്നു. മിഞ്ഞാന്ന് പിന്നെ മരുന്ന് കുടിച്ചില്ല. അപ്പോൾ ഞാൻ കരുതി മരുന്ന് കുടിക്കാനുണ്ടായിരുന്നു. പക്ഷേ ഇന്നലെ ഒരു നേരം മരുന്ന് കുടിച്ചു കേട്ടോ. 2 നേരം കുടിക്കാനുള്ള മരുന്നാണ് വയറിളക്കത്തിൽ. നേരം കുടിച്ചു. എന്നിട്ട് ഇപ്പോൾ കുറവൊന്നും കാണുന്നില്ല. ഇന്നും തന്നെ അപ്പോൾ ഒക്കെ പറഞ്ഞൊന്ന് എന്നും കൂടി കൊടുത്ത് നോക്ക്. ഒരാഴ്ച കൊടുക്കാൻ വന്നതാണ് കേട്ടോ മരുന്ന്. അപ്പോൾ ഒന്നും കൂടി കൊടുത്ത് നോക്കിയായിരുന്നു. അപ്പോൾ ഇന്നും മരുന്ന് കൊടുത്തിട്ട് ജസ്റ്റ് ചെറിയൊരു മാറ്റമുണ്ട്, നെല്ലെടുത്തോളാണ് കേട്ടോ. അപ്പം ഞാൻ അങ്ങനെ ആ ഒരു ഇതിലായിട്ട് ഞാൻ ഇന്ന് വീഡിയോ വേറെ ഒന്നും എടുത്തിട്ടില്ല. രാവിലെ എടുക്കാനൊന്നും കൂടിയില്ല. ഒരു ടെൻഷൻ ഉണ്ടാവില്ല, കുട്ടികൾക്ക് സുഖമില്ലാതാവില്ലേ, ആ ഒരു ടെൻഷനിലാണ്. പിന്നെ ഇപ്പോൾ എന്താ വേറെ എന്തൊക്കെയാണ് എല്ലാവരും വിശേഷം, സുഖം തന്നെയല്ലേ. ഇതാ നമ്മളെ നിച്ചുമോൻ വന്നിട്ടുണ്ടോ. അവൻ കണ്ടിട്ട് സുഖമില്ലാത്തതുണ്ടോ, അവൻ്റെ മുഖമൊക്കെ ക്ഷീണിച്ച് പോയി, വയറിളകി ഒക്കെ ലൂസ് മോഷനായി പോയില്ലേ, ക്ഷീണം പിടിച്ചു. വയറുവേദനക്ക് അത് കണ്ടില്ലേ, ഇത് തന്നെയാണ് സ്ഥിതി. എന്ത് കഴിച്ചാലും അപ്പം അത് അവിടെ നിക്ഷേപിച്ചാൽ അങ്ങനത്തെ ഒരു സ്ഥിതിയിലാണ് ഇപ്പോൾ. ഈ മഴ കൊണ്ടതാണ് കാരണം. അന്നാണ് തുടങ്ങിയിരിക്കുന്ന സംഭവം. മഴ കൊണ്ട് ഇങ്ങനെ ഉണ്ടാവുമോ, അപ്പം ജലദോഷം പനിയിൽ വരിക, ഇങ്ങനത്തെ ഒരു അസുഖം വന്നു. പിന്നെ വേറെന്താ എല്ലാവരും വിശേഷം, സുഖം തന്നെയല്ലേ, ഹാപ്പി ആയിരിക്കുന്നില്ലേ എല്ലാവരും. ഞങ്ങൾക്ക് ഈ ഒരു പ്രശ്നം ആയതുകൊണ്ട് ഞങ്ങൾ ചെറിയ പ്രശ്നത്തിലാണ്. മോന് സ്കൂളിൽ പോകാൻ ഒരുക്കത്തിലാണ് കേട്ടോ. സ്കൂൾ എന്താ തുറക്കാത്തതിനില്ല, ഒരു ടെൻഷനിലാണ് ഇല്ലേ നിച്ചു. അപ്പം ഞാൻ നിച്ചുമോന് സ്കൂളിൽ പോകാൻ, നമ്മളൊക്കെ പണ്ട് കാലത്ത് അങ്ങനെ തന്നെയല്ലേ. സ്കൂളിൽ തുറക്കാനാകുമ്പോൾ യൂണിഫോം, ബാഗ്, ബുക്ക്, ചെരുപ്പ് ഇതെല്ലാം വാങ്ങി ഇങ്ങനെ റെഡിയാക്കിയിരിക്കും. ദിവസം അത് നോക്കലായിരിക്കും പണിയല്ലേ. ഞാനൊക്കെ എൻ്റെ ഇതിലൊക്കെ അങ്ങനെയാണ് കേട്ടോ. സ്കൂൾ അടുപ്പിച്ച് നമുക്ക് സാധനം വാങ്ങും. പിന്നെ സ്കൂൾ തുറക്കാനൊരു ആകാംക്ഷയിലൂടെ കാത്തിരിക്കാൻ ഓരോ സാധനം ദിവസം എടുക്കും, പിന്നെ എടുത്ത് നോക്കും, പിന്നെ ഇടും. ചെരുപ്പൊക്കെ ആണെങ്കിൽ 10 ഇട്ടും, എന്നിട്ട് പിന്നെ എടുത്ത് കൊണ്ടേക്കും, അങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പോൾ ഇതാ നമ്മളെ നിച്ചുമോനും തന്നെ ഓൻ്റെ സ്വഭാവം നമ്മളെ സ്വഭാവം പോലെ തന്നെ ഉണ്ട്. ആ ഒരു ഇതിൽ മാറ്റമൊന്നും വന്നിട്ടില്ല. ഓന് ദിവസം ബാഗ് എടുക്കല്ല ഒന്നും എടുത്ത് നോക്കും. പിന്നെ ആൽമാരിയിൽ വെച്ച് ഞാൻ പൂട്ടല്ല കേട്ടോ. ഓനെന്താ ചെയ്യാറിയോ, ഞാൻ എടുത്തുകാണ്ട് കളിക്കുക. ഇതാ നമ്മളെ പാത്തൂസിന് മണമെന്ന് പറയുന്നുണ്ടോ. അതിപ്പോൾ ഇതാ നിച്ചുമോനി നമ്മൾ പുതിയ ബാഗല്ലേ, ബാഗൊക്കെ കാണിച്ചെടുത്താൽ പൊന്നിയോ നമ്മളെ കൂട്ടുകാർക്ക്.
നിച്ചുമോന് സ്കൂബി ഓൻ തുറന്നല്ല കാണിച്ചു തരുന്നുണ്ട്. സ്കൂബിയുടെ ബാഗാണ് കേട്ടോ വാങ്ങിക്കണത്. ഇത് എത്ര 600 എത്രയോ ആയിട്ടോ ബാഗിന്. നല്ല ഇഷ്ടമായോ ബാഗ്? എത്ര അറയുണ്ട്? 1 2 3 4 അറയുണ്ട് കേട്ടോ അതിന്. ഒരു കളറിങ് ബുക്കും കിട്ടിയിട്ടോ സ്കൂബിയുടെ. പിന്നെ നെയ്സ് സ്ലിപ്പും കിട്ടീന് കേട്ടോ. പേരെഴുതി പുസ്തകത്തിൽ ഒട്ടിക്കാല്ലേ കളറിങ് ബുക്ക്. കളറിങ് ബുക്ക് കാണിച്ചെടുത്ത കുട്ടികൾക്ക് ആയി. കളറിങ് ബുക്ക് ഒറ്റയ്ക്ക് ഒന്നല്ല, മാച്ചിലെ ഫോളോയിങ് ഒക്കെ ഉണ്ട്. കളറിങ് ഉണ്ട്. പിന്നെ എന്താ ഉള്ളത്? ഷാഡോ മാച്ചിങ് ഉണ്ട്. ഇപ്പൊ മാച്ച് ചെയ്യണ്ട, നമുക്ക് പിന്നെ ചെയ്യാറ്. വഴി കാണിച്ചു കൊടുക്കാനുണ്ട്. ഇതൊക്കെ കിട്ടിക്കിട്ടോ. എന്താ ഇപ്പൊ സ്ക്യൂബിഡേന്റെ വില അത്രയല്ലേ, പിന്നെ ഇതൊക്കെ തരണ്ടേ. നല്ല ബാഗാക്കാൻ കേട്ടോ. അത് കുറേ നിൽക്കും. പക്ഷെ ഇവർ ഈ ചെറിയ കുട്ടികളാവുമ്പോൾ ഒരു കൊല്ലം തന്നെ അഡ്ജസ്റ്റ് ചെയ്ത് പോകുള്ളൂ. കാരണം ഇനിയിപ്പോൾ എങ്ങനെയാണെന്ന് അറിയില്ല. LKG ആയപ്പോൾ വാങ്ങിന് അത് ഈ കമ്പനിയല്ല ഇല്ല കേട്ടോ, വേറെയാണ്. ഇത് പിന്നെ അത്യാവശ്യം നല്ലൊരു കമ്പനി ആയതുകൊണ്ട് തുണിയൊക്കെ ഓൾക്കും വേണം ബാഗ് എന്നാണ് കേട്ടോ. എന്നാ പാത്തൂസ് ഒന്ന് പിടിച്ചോട്ടിട്ട് ഇക്കാക്ക ബാഗ്. പാത്തൂസിന് ഇഷ്ടായോ? ഇക്കാക്കൻ്റെ ബാഗ് ഇഷ്ടായോ? പാത്തു ബാഗ് ഇഷ്ടായോളൂ നോക്കുന്നുണ്ട്. ഡോൾഫിൻ അല്ലേ? ആരാ? ആൻഡ് ഉപ്പല്ലത്. അങ്ങനെ പല ഐറ്റംസും ഉണ്ട് കേട്ടോ അതിൽ. ഈ ഒരു ബുക്ക് കിട്ടിയ ഇതൊരു ഉപകാരത്തിൽ തന്നെയാണ് കേട്ടോ. കളറിങ് ബുക്ക് കുട്ടികൾക്ക് കളർ കൊടുത്ത് പഠിക്കുകയൊക്കെ ചെയ്യാമല്ലോ. ഞാൻ വാങ്ങിക്കൊടുക്കലുണ്ട് കേട്ടോ ഇടയ്ക്കും. എനിക്ക് കളർ ചെയ്ത് പഠിക്കാൻ വേണ്ടി. കാരണം സ്കൂളത്തെ ബുക്കിൽ നമ്മൾ പഠിക്കാൻ പാടില്ലല്ലോ. ഡ്രസ്സിലേ ഇതിൽ നിച്ചുമോനക്ക് ഇങ്ങനത്തെ ഷർട്ട് ഉണ്ടായിരുന്നു, കുഞ്ഞു ആവായ വൈറ്റ് കളർ. ഇതും ഉണ്ടായിരുന്നു. അതൊക്കെ നമുക്ക് ചെയ്യാം. അപ്പോൾ എനിക്ക് പുസ്തകത്തിന് ബാഗുമൊക്കെ ഓൻ ചെറിയ കുട്ടിയായതുകൊണ്ട് ബാഗുമെല്ലാം പേരെഴുതിയേക്കുള്ളൂ. അപ്പോൾ അതിന് പേരെഴുതിയേക്കാൻ അപ്പോൾ 2-3 ദിവസമായിട്ട് എന്നോട് ചോദിക്കണു പേരെഴുതി. ഞാൻ പറഞ്ഞ ആയിട്ടില്ല, സ്കൂൾ തുറക്കട്ടെ. അപ്പോൾ ഇന്നിപ്പോൾ നിങ്ങൾക്ക് കാണിക്കാം. ഇനി ഉണ്ടിട്ട് ഞങ്ങൾക്ക് കുറച്ചുകൂടി സാധനമല്ലേ വാങ്ങാൻ. ഇതിക്ക് ബോക്സ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. ബോക്സ് ഇപ്പം തന്നെ ഒരു ഉപയോഗം തുടങ്ങി. അത് പിന്നെ നിങ്ങൾക്ക് കാണിച്ചത് കാര്യമില്ല. എന്നാലും ഒന്ന് എടുത്ത് കൊടുന്ന് കാണിച്ചോളാം. ബോക്സിന് കാര്യം തീരുമാനമായിക്കോളും. ഇനി എനിക്ക് ഒരു സ്ലൈറ്റ് വാങ്ങണം, പിന്നെ പെൻസില്. ഇത് വേണ്ട, മുത്ത് നോക്കണ്ട. ബുക്ക് കാക്കാൻ്റെ ബുക്ക് വായിച്ച ഇപ്പോൾ കൂട്ടുകാരങ്ങൾക്ക് എല്ലാവർക്കും നിച്ചുമോൻ്റെ ബാഗെല്ലാം ഇഷ്ടമായാലും ഒന്ന് കമൻറ്റ് ചെയ്യണേ. സ്കൂബിയുടെ ബാഗ് ഇഷ്ടമായാൽ കേട്ടോ. കറണ്ടില്ല, അവിടെ വെളിച്ചല്ല മുത്തേ. നിങ്ങളൊക്കെ കണ്ടില്ലേ നിച്ചുമോൻ്റെ ബാഗ്? എനിക്ക് തന്നെ നിങ്ങൾക്ക് കാണിച്ചു കൊടുക്കാം. അന്ന് തുടങ്ങിക്കിട്ടോ ഉമ്മ നമുക്ക് ബാഗ് കാണിച്ചു കൊടുക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞു ബാഗ് ഇപ്പോൾ കാണിച്ചു കൊടുക്കണ്ട, നമുക്കൊന്ന് ബാക്കിയുള്ള സാധനം കൂടി വാങ്ങിയിട്ടുണ്ടാക്കാറ്. അപ്പോൾ ഇന്നിപ്പോൾ നിൽക്കപ്പുറത്തില്ല, നിങ്ങൾക്ക് കാണിച്ചു തരണം. വീഡിയോ എടുക്കുമ്പോൾ തന്നെ നമുക്ക് ബാഗ് കാണിച്ചു കൊടുക്കാം. അപ്പോൾ ഞാൻ കരുതി നിങ്ങൾക്ക് ഇന്നോൻ്റെ ബാഗ് കാണിച്ചു തരാം. അതേപോലെ തന്നെ ഉണ്ട് ഞങ്ങളൊക്കെ ചെറിയ കുട്ടികളാകുമ്പോഴും എന്തെങ്കിലും വാങ്ങിയിട്ടുണ്ടെങ്കിൽ അത് എടുക്കണം, 100 വട്ടം കാണണം. അങ്ങനെയൊക്കെ തന്നെയായിരുന്നു എനിക്ക് കേട്ടോ. ഞാനങ്ങനെ സ്കൂൾ തുറക്കുമ്പോൾ എടുത്ത് നോക്കും, പിന്നെ എടുത്ത് വെക്കും. നോട്ട് ബുക്കൊക്കെ വാങ്ങണം, അതൊക്കെ സന്തോഷമുള്ള കാര്യങ്ങളൊക്കെ. നോട്ട് ബുക്ക് വാങ്ങും, പിന്നെ അത് പൊതിയലും ഇതൊക്കെ ഒരു തിരക്ക. സ്കൂൾ തുറക്കുമ്പോൾ അതെല്ലാം കഴിഞ്ഞ് റെഡിയാക്കി വെക്കണം, എല്ലാം സെറ്റാക്കി ബാഗിൽ വെക്കും. ഇപ്പോൾ സ്കൂൾ തുറക്കാൻ 2 ദിവസം കൂടി ഉള്ളതെന്ന് നമുക്ക് തോന്നുന്നു. 2 കേട്ടോ നീച്ച് പറഞ്ഞാൽ. അപ്പം ഞാനൊരു പൊളിക്കും. ബസ്സിലൊന്നല്ല പോവാ, മോന് ഓട്ടോറിക്ഷയിൽ പോയാൽ മതി. ബസ് പോകാൻ കുറച്ചും കൂടി വലുതാവണം. പാത്തൂസിന് വന്നാ പാത്തൂസ് ആയി പറയണം. പാത്തൂസിന് ബാഗ് വേണമെന്നാ അറിയണം. മോൻ്റെ പഴയ ബാഗ് ഓൾക്ക് കൊടുന്ന് കൊടുത്താ? ഓൾക്ക് കൊടുന്ന് കൊടുക്ക്. അത് കൊടുന്നേരും കേട്ടോ ബാഗ്. ഓൻ്റെ ബാഗ് കണ്ടിട്ട് ഓൾക്കും വേണം കേട്ടോ. ഇനിയിപ്പോൾ അങ്ങനെ തന്നെയൊക്കെ രണ്ടാളും തിരക്കന്നെക്കാരോ. ഓനിക്ക് വാങ്ങണൊക്കെ ഓൾക്കും വേണം. ഹായ് പാത്തൂസിന് ഇതാ പുതിയ ബാഗ്. അങ്ങനെ ഓൾക്ക് ഞങ്ങൾ പഴയ ബാഗും കൊടുത്ത് ഒപ്പിച്ചിട്ടോ. ഭയങ്കര ഓനക്ക് വാങ്ങിയ ബാഗ് തന്നെ ഓൾക്കും വേണമെന്നില്ല. അങ്ങനെയൊക്കെ ഒരു കരച്ചിലാണ്. രണ്ടാളും അതേപോലെ ഞാൻ കിടക്കുകയാണെങ്കിൽ രണ്ടാൾക്കും ഒരിടത്ത് തന്നെ കിടക്കണം. അങ്ങനത്തെ ഒക്കെ ഒരു വാശിയാണ് കേട്ടോ ഇപ്പം തന്നെ. ഇപ്പം എങ്ങനെയാണെന്ന് പറയാൻ പറ്റൂല. പിന്നെ വേറെ എന്താ ഇപ്പോൾ പറയാനുള്ളത്? പിന്നെ ഇനിയിപ്പോൾ ഞാനും ഹാപ്പിയാണ് കേട്ടോ. സ്കൂൾ തുറന്നില്ലേ, 2 ദിവസം കൂടി ഉള്ളല്ലേ. എനിക്ക് പിന്നെ നാളെ സ്കൂളിൽ പോകണം. പിന്നെ മറ്റന്നാൾ പിന്നെ ഞാൻ പോകേണ്ടി വരില്ല. നാളെ പോകണം. നാളെ എല്ലാവരും വരും.
സ്കൂളൊക്കെ ഞാൻ ഇന്നലെ കാണിച്ചതിലെ പോയപ്പോൾ തന്നെ ആകെ പൊട്ടി പിടിച്ചിറക്കുക. അപ്പോൾ എല്ലാവരും വന്നു എല്ലാവരും കൂടി ക്ലീൻ ആക്കാമെന്ന് പറഞ്ഞിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നാളെ പോകും. പിന്നെ വേറെന്താ ഇപ്പോൾ വിശേഷം? അപ്പോൾ നാളെ വീട്ടിൽ പോയി കുട്ടികളാക്കിയിട്ട് വേണം അങ്ങനെ പോകാൻ കേട്ടോ. അപ്പോൾ ഇന്ന് നിച്ചുമോൻ്റെ ബാഗ് കണ്ട് ഇഷ്ടപ്പെട്ടാലൊക്കെ ഒന്ന് ലൈക്ക് അടിച്ചു കേട്ടോ. പിന്നെ അതേപോലെ നമ്മളെ ചുരിദാറൊക്കെ ഇന്നലെ ഞാൻ വീട്ടിൽ പോയിട്ട് അടിച്ചു കേട്ടോ. എല്ലാം അടിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. മേലെക്കൂടി ഒന്ന് അടിച്ചുകാണ്ട് ഇനിയിപ്പോൾ കുറച്ച് പാൻറ് ഉണ്ട്. ഞാൻ പറഞ്ഞില്ല 6 പാൻറ് എടുക്ക പോകുന്നപ്പോഴത്തേന് ബാഗ് സ്കൂളിക്കോ സന്തോഷമായ ബാഗ് കിട്ടിയപ്പോൾ. അപ്പോൾ കൂട്ടുകാർ ഇന്നത്തെ നമ്മളെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ കേട്ടോ. നമ്മൾ നിച്ചുമോൻ്റെ ബാഗും ഇതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ കമൻറ്റ് ചെയ്യുക, സബ് ചെയ്യുക. ഓക്കെ ബൈ. വീഡിയോ കണ്ടാൽ ലൈക്ക് ചെയ്യാൻ പറഞ്ഞതാണ് കേട്ടോ. എന്നാൽ ഓക്കെ ബൈ. അസ്സലാമു അലൈക്കും.